നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് ഒരു ഭൂമി വാങ്ങും അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്ന സമയത്ത് അതിന്റെ തരം എന്താന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. ഒരു വീടോ അതല്ല ഒരു ബിസിനസ്സോ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം വാങ്ങാൻ പോകുമ്പോഴേക്കും ആ സ്ഥലം ഏത് തരത്തിൽ പെടുന്നതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് വയൽ, പുരയിടം, കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ എന്നിങ്ങനെ ഓരോ തരത്തിനനുസരിച്ച് അതിന്റെ ഉപയോഗവും വിലയും മാറും. എന്നാൽ കൃഷിക്കായിട്ടുള്ള ഭൂമിയിൽ വീട് വെക്കാൻ പറ്റൂ, അല്ലെങ്കിൽ തരം മാറ്റാൻ പറ്റൂ, ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ നമ്മൾക്ക് ഉണ്ടാവാറുണ്ടല്ലേ. ഭൂമിയുടെ തരം എങ്ങനെ മാറ്റാം, എന്തൊക്കെ നിയമങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് കരുതലുകൾ വേണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ലോയർ പെറ്റിന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഒന്നാമതായി ഭൂമിയുടെ തരം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്. ഭൂമി പല തരങ്ങളിലുണ്ട്. പാടം, കാടഭൂമി, റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ എന്നിങ്ങനെ. അപ്പൊ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? വില്ലേജ് ഓഫീസിലും തഹസിൽദാർ ഓഫീസിലുമുള്ള ആധാരത്തിലും ലാൻഡ് ടാക്സ് റിസിപ്റ്റിലുമാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ കൃഷിക്ക് മാത്രമായിട്ടുള്ള ഭൂമിയാണെങ്കിൽ നമ്മൾ അതിനെ പാടം എന്നാണ് പറയുന്നത്. 2, തരം മാറ്റേണ്ടത് എന്തിനാണ്? അതായത് നിങ്ങൾക്കൊരു വീട് വയ്ക്കാനോ അതല്ല നിങ്ങൾക്കൊരു ബിൽഡിംഗ് ഒക്കെ വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയ ഭൂമി പാടമാണെന്ന് വിചാരിക്കുക. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമ്മൾക്ക് വീട് വയ്ക്കാൻ പറ്റില്ല. കാരണം പുരയിടത്തിൽ മാത്രമേ നമുക്ക് ബിൽഡിങ്ങോ വീടോ പണിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഈ തരം മാറ്റം ചെയ്യുന്നത്. ഇനി മൂന്നാമതായി തരം മാറ്റാനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ നിയമങ്ങളാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്നാമത് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ 1967. രണ്ടാമത് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008. അപ്പൊ ഈ 2 നിയമങ്ങളാണ് പാടം അല്ലെങ്കിൽ വയലുകളൊക്കെ നികത്തിയിട്ട് നമുക്ക് കെട്ടിടം വയ്ക്കാനായിട്ട് പുരയിടമാക്കി മാറ്റാനുള്ള അനുമതി നൽകുന്നത്. ഇനി പെർമിഷൻ ഒന്നും ഇല്ലാതെയാണ് നിങ്ങൾ ലാൻഡ് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇല്ലീഗൽ ആക്ട് ആണ്. നാലാമത് തരം മാറ്റത്തിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. തരം മാറ്റാൻ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വില്ലേജ് ഓഫീസിലാണ് തരംമാറ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിനുശേഷം റവന്യൂ ഇൻസ്പെക്ടർ വന്ന് നിങ്ങളുടെ ഭൂമി പരിശോധിക്കും. ഇതിനുശേഷം ഡിസ്ട്രിക്ട് കമ്മിറ്റി ഈ ഒരു അപേക്ഷ അംഗീകരിക്കും. ശേഷം വില്ലേജ് ഓഫീസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഫോമിലുള്ള ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അതിനുശേഷമാണ് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് വില്ലേജ് ഓഫീസിലാണ് നിങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. രണ്ടാമത് റവന്യൂ ഇൻസ്പെക്ടർ നിങ്ങളുടെ ഭൂമി വന്ന് പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം ഡിസ്ട്രിക്ട് കമ്മിറ്റി ഇത് അംഗീകരിച്ച് തരും. അല്ലെങ്കിൽ ലാൻഡ് നോക്കിയിട്ട് അനുയോജ്യമാണെങ്കിൽ, കൺവേർഷൻ ഇത് യോഗ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഇത് അംഗീകരിക്കും. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫീസ് എത്രയാണെന്ന് വെച്ചാൽ ഫീസ് അടയ്ക്കുക. അതിനുശേഷം ഗസറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ 5 സ്റ്റെപ്പുകളും പൂർത്തിയായതിനു ശേഷം മാത്രമാണ് നിങ്ങളുടെ ലാൻഡ് കൺവേർട്ടിന് യോഗ്യമാകുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാടം അല്ലെങ്കിൽ വയലൊക്കെയാണ് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഒരു പെർമിഷൻ കൂടെ എടുത്തിരിക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പെർമിഷൻ കിട്ടാതെയാണ് നമ്മൾ ഇല്ലീഗലായിട്ട് ആ ഒരു ബിൽഡിംഗ് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട് വെച്ച് നമ്മൾ കയറി താമസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഫൈനും ഇടാൻ പറ്റും. മാത്രമല്ല ആ ബിൽഡിംഗ് പൊളിക്കാനും അവർക്ക് സാധിക്കും. അപ്പൊ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഞാൻ ഒരു ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഭൂമി വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക. ഒന്നാമത്, നിങ്ങൾ ഒരു വസ്തു വാങ്ങാൻ പോകുമ്പോഴേക്കും അതിന്റെ തരം എന്താണെന്ന് പരിശോധിക്കുക. അതായത് പാടമാണോ അല്ലെങ്കിൽ പുരയിടമാണോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. രണ്ടാമത്, റവന്യൂ രേഖകൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. മൂന്നാമത്, തരം മാറ്റാനാണെങ്കിൽ നിയമപരമായ വഴിയിലൂടെ മാത്രം പോവുക. കാരണം ഇല്ലീഗലായിട്ടൊരു പരിപാടി കാണിച്ചിട്ട് ഉള്ള സാധനം കൂടെ കളയാതിരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ഡോക്യുമെന്റുകളും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം ഒരു ഭൂമി വാങ്ങുക. മാത്രമല്ല ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ ഒരു വക്കീലിനെ കാണുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതാണ് ഭൂമി തരമാറ്റത്തെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക.